കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാകുമെന്ന് ഞാൻ കർത്താവ് വിശ്വസിക്കുകയാണ്. ഈ സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ മെസ്സേജ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു റിക്വസ്റ്റ് ഞാൻ വെക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം എല്ലാവരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക. ഇത് അനേകർക്ക് പ്രയോജനകരമാകും. അനേകം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ സഹോദരങ്ങളിലേക്ക്, നിങ്ങളുടെ സഭയിലെ കൂട്ടുവിശ്വാസികളിലേക്ക്, ദൈവദാസന്മാരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിപ്പാൻ തക്ക വണ്ണമുള്ളവർ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുക. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഒരു ചിന്തയിലേക്കാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. നമുക്കറിയാം, ഈ സന്ദേശം കണ്ടിന്യൂഷനായിട്ട് കേൾക്കുന്നവർക്ക് അറിയാൻ കഴിയും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഒരു ചെറിയ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇടുവാൻ കർത്താവിന് ശരണപ്പെടുന്നത്. നമ്മളിന്ന് പ്രഭാതത്തിൽ വായിച്ച വാക്യം ഒരു വലിയ വിശദീകരണത്തിൽ ഉള്ളൊരു വാക്യമാണ്. കാര്യം ഈ കാലത്തിൻ്റെ ഇന്നത്തെ കാലത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദുരുപദേശങ്ങളും അതുപോലെ തന്നെ പ്രോസ്പെരിറ്റി തിയോളജി, ഇന്ന് നമ്മൾ കാണുന്ന വേറൊരു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, ഇതൊക്കെ ഇന്ന് നമ്മുടെ ഇടയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ വാക്യത്തിന് വളരെ പ്രസക്തമായ ഒരു ഭാഗമുണ്ട് ഇതിന്. അതാണ് നമ്മളിവിടെ വായിച്ചു കേൾപ്പാൻ തക്കവണ്ണം ഇടവന്നത്. ഒരിക്കൽ കൂടെ ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. എന്താണ് സുവിശേഷം? അതിനൊരു മറുപടിയും കൂടെയാണ് ഈ വാക്യം തരുന്നത്, അല്ലേ? സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് സുവിശേഷം. എന്താണ് സുവിശേഷത്തിന്റെ ആഴം എന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുക. അപ്പം ഇന്ന് ദൈവദാസന്മാരുടെ പോലും, ഇല്ലെങ്കിൽ നമുക്കറിയാം, തിരുവചനം അത് പറയുന്നുണ്ട്. കർത്താവ് തന്നെ പ്രവചിച്ചു വന്നൊരു കാര്യം കൂടിയാണ്. അന്ത്യകാലത്ത് സ്തോത്രമല്ലേലൂയ വൃദ്ധന്മാരെ പോലും തെറ്റിക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവവചനം കരങ്ങളിലെടുത്ത് പ്രസംഗിക്കുന്നവരുടെ ഹൃദയത്തിനകത്ത് തന്നെ ദുരുപദേശത്തിന്റെ വിത്തുകൾ ഇടുന്ന ഒരു കാലത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ആത്മീക സമൂഹം വെച്ചുകൊണ്ടിരിക്കുന്നത്. വചനത്തെ കോട്ടി വളയ്ക്കുന്ന സ്തോത്രമില്ലെങ്കിൽ സത്യമായ തിരുവചനത്തെ വേറൊരു തലത്തിലേക്ക്, അല്ലെങ്കിൽ അവരവരുടെ ഇമോഷൻസിനകത്ത് നിന്നുകൊണ്ട് പറയപ്പെടുന്ന അനേക ചിന്തകൾ അത് ഉപദേശങ്ങളായിട്ടും വചനമായിട്ടൊക്കെ സ്തോത്രം പരിണമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവമക്കൾ, ഒരിക്കലും നമ്മൾ ദുരുപദേശത്തിന്റെ കരാളഹസ്തങ്ങൾക്കകത്ത് വീണു പോകുവാൻ ഇടവരരുത്. ഈ തലമുറ നശിക്കുന്നതിന്റെ, ആത്മീക തലമുറ നശിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഈ കാലം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? വെറുതെയുള്ള കുറച്ച് ഇമോഷൻസിലേക്ക് മാത്രം സ്തോത്രം ഹൃദയങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് പിശാച് ദൈവസഭയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വ്യത്യസ്തമായ സന്ദേശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആഴമായി പതിയേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ എന്താ ഈ പ്രവർത്തികളുടെ പിന്നിൽ വ്യാപരിക്കുന്നത്? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. ശ്രദ്ധിക്കുക, ഇന്ന് നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങളിലാകട്ടെ, ഇന്ന് നമ്മുടെ ഏകദേശം മിക്കവാറും ആൾക്കാരുടെ സന്ദേശങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭൗതിക നേട്ടം, അല്ലെ? ഭൗതിക നേട്ടങ്ങളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ വണ്ടി എടുക്കും, കാർ എടുക്കും, വസ്തു വാങ്ങിക്കും, വീട് വയ്ക്കും, അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങളിലേക്ക് ചിന്തകൾ പോകത്തക്ക രീതിയിലാണ് ഇന്നത്തെ സന്ദേശങ്ങളും ഇന്നത്തെ മീറ്റിങ്ങുകളും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് തന്നെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തെ, അല്ലെങ്കിൽ ദൈവമക്കളുടെ ഹൃദയത്തെ ഈ ലോകത്തിന്റെ ദൈവത്തിലേക്ക് തിരിക്കുകയാണ്. സ്തോത്രം. അപ്പൊ ഈ ലോകത്തിന്റെ ദൈവം എന്താ? അതല്ലേ പിശാച്. ഈ പിശാചല്ലേ യേശുവിന്റെ അടുത്ത് പറഞ്ഞ്, ഈ കാണുന്നതെല്ലാം എനിക്കുള്ളതാണ്, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ മതി. അതിലേക്കല്ലേ ഇന്നത്തെ ആത്മീക സമൂഹത്തിന്റെ പോക്ക്? അങ്ങനെയെങ്കിൽ ഭൗതിക നന്മകൾ വേണ്ടെന്നല്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം നമ്മെ മാനിക്കും, ദൈവം നമ്മെ ഉയർത്തും, ദൈവം നമ്മെ സ്തോത്രം പണിയുവാൻ തക്കവണ്ണം ഇടവരും. പക്ഷേ അതല്ല ദൈവമക്കളുടെ ലക്ഷ്യം. ഇത് ലോകത്തിലുള്ളതാണ്. ഇവിടെ നമ്മൾ എന്തൊക്കെ നേടിയാൽ, എത്ര വലിയ വീടിൽ പാർത്താലും, എത്ര വലിയ വാഹനത്തിൽ
വാഹനത്തിൽ യാത്ര ചെയ്താലും അത് സ്തോത്രം നിത്യത നഷ്ടപ്പെട്ടു പോയാൽ, അത് നിത്യത നമ്മളെ വിട്ടുമാറിയാൽ സ്തോത്രം അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുക, നിത്യതയെക്കുറിച്ച് നമ്മൾ ആരായുക. ഇത് നമ്മളിലേക്ക് എത്തിച്ചേരാതിരിക്കാനാണ് ഇതിന്റെ യഥാർത്ഥ പ്രകാശനത്തെ മറയ്ക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് ആത്മമണ്ഡലത്തിൽ നടമാടുന്ന ഒരു കാലത്തിലേക്കാണ് ഈ കാലം വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, അത് തേജസ്സുള്ള സുവിശേഷം അല്ലേ, അത് സ്തോത്രം അതിന്റെ യഥാർത്ഥ പ്രകാശനം ദൈവമക്കളിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പോരാടാം. ദൈവവചനം ശക്തമായ യാഥാർത്ഥ്യ ദൈവത്തിന്റെ തിരുവചനം അത് ദൈവജനത്തിന്റെ ഉള്ളതിനകത്ത് പരിണമിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ അവകാശികളായിട്ട് മാറുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയട്ടെ. പരിശുദ്ധ പിതാവ്, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറയ്ക്കണമേ. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും വിടുതലുമായി മാറുവാൻ സ്വർഗമിടയാക്കണം. അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം, മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.